മനീഷ് മഹിപാൽ വിവരങ്ങൾ വച്ചിരുന്നു. മനീഷ്, അത് എന്താണ്, നിറയെ ആളുകളുള്ള ഒരു മേഖലയാണെന്ന് പറയുന്നു. അവിടെ ഓഫീസിലും ആളുകൾ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ രാവിലെ ആവില്ല, ഇത് രാത്രി എന്തോ കടുങ്കൈ ചെയ്തു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അതെ ഹാഷ്മി, അത്തരം വിവരങ്ങൾ നമുക്ക് ഇനി ലഭ്യമാകേണ്ടതുണ്ട്. എന്താണെങ്കിലും ഈ അനിൽകുമാറിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് സജീവ പ്രവർത്തകനാണ്. കോർപ്പറേഷനിലെ തന്നെ നഗരസഭാ കൗൺസിലർ എന്ന രീതിയിൽ കോർപ്പറേഷൻ കൗൺസിലർ സജീവ പ്രവർത്തകനായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അന്തർമുഖനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിഷാദ രോഗമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷനോ ഒന്നും അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല എന്നാണ് കൂടെയുള്ള സഹപ്രവർത്തകർ പറയുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നോ കൂടെയുള്ള ആളുകൾ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും സാധാരണ പോലെയുള്ള പെരുമാറ്റമായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ അലട്ടുന്നതായിട്ടുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നുണ്ടായിട്ടില്ല എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത വലിയ ഞെട്ടലുണ്ടാക്കുന്നു. സദാസമയം ആക്റ്റീവായി ഈ വാർഡിലും ഒപ്പം തന്നെ നഗരസഭ കോർപ്പറേഷനിലും ഒക്കെ തന്നെ സജീവമായിരുന്ന ഒരു വ്യക്തി, ഒരു കൗൺസിലർ, ഒപ്പം തന്നെ BJPക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷനിൽ ഇനിയും ഈ നഗരസഭ അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ഇരിക്കെ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടതിൽ വലിയ ദുരൂഹത കൂടി സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസിന്റെ പ്രാഥമിക വിവരം ഇത് ആത്മഹത്യ എന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ ഈ സൂയിസൈഡ് നോട്ടിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ BJP നേതൃത്വം തള്ളുകയാണ്. അത്തരത്തിൽ വലിയശാലയിലെ സഹകരണ ബാങ്കിൽ സംബന്ധിച്ച അത്തരം വിവരങ്ങളൊന്നും പാർട്ടിയുമായി ചർച്ച ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അനിൽ ആ രീതിയിൽ BJPയുടെ ഏതെങ്കിലും നേതാക്കളെയോ അല്ലെങ്കിൽ മറ്റ് കോർപ്പറേഷനിലെ കൗൺസിലർമാരെ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തങ്ങൾക്കറിയുകയില്ല. ഇനി മറ്റെന്തെങ്കിലും സാമ്പത്തിക വിഷയങ്ങളാണോ എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട്. കുടുംബപരമായോ അല്ലെങ്കിൽ വ്യക്തിപരമായോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി നാട്ടുകാർക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുത്തിരിക്കുന്ന സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒന്നും അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇനി ഇത് സംബന്ധിച്ച് ഈ സൂയിസൈഡ് നോട്ട് സംബന്ധിച്ചുള്ള കാര്യത്തിനകത്ത് അതിൻ്റെ കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും എന്താണ് ആത്മഹത്യയാണെങ്കിൽ എന്തിനു വേണ്ടി ഇദ്ദേഹം ഈ രീതിയിൽ ജീവൻ ഒടുക്കി എന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇത് സംബന്ധിച്ച് ഇനി ഈ ആരോപണം, അതായത് ഈ സൂചന നൽകുന്ന ഈ ആത്മഹത്യക്കുറിപ്പിലെ സൂചന അത് ശരിയാണെങ്കിൽ എന്താണ് BJP നേതൃത്വവുമായി ഉണ്ടായ പ്രശ്നങ്ങൾ, അതിനൊക്കെ തന്നെ മറുപടി പറയേണ്ടതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിക്കേണ്ടത് BJPയുടെ നേതാക്കന്മാരാണ്. നിലവിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയ ശേഷം മാത്രമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുക. അത്രത്തോളം ആളുകൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പരിസരത്തേക്ക് കൂടി വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസിനെ കൂടി ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇന്നലെ ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാത്രിയാകാം ഇദ്ദേഹം ഇവിടെ ഓഫീസിലേക്ക് എത്തിയത്. രാവിലെ ആകാനുള്ള സാധ്യത വളരെ വിരളമാണ്. രാത്രി എത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഫോൺ കൂടി പരിശോധിച്ച ശേഷം അവസാനമായി ആരോടൊക്കെയാണ് സംസാരിച്ചത്, ആർക്കൊക്കെയാണ് മെസ്സേജുകൾ അയച്ചത്, ഈ വിധത്തിൽ ഉള്ള കാര്യങ്ങളടക്കം പോലീസിന് പരിശോധിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രാഥമികമായ നിലവിൽ ഇനി ഇൻക്വസ്റ്റ് നടപടികളാണ് പൂർത്തിയാകേണ്ടതുള്ളത്. ഇൻക്വസ്റ്റ് നടപടികളും ഒപ്പം തന്നെ ഈ മരിച്ച നിലയിൽ കാണപ്പെട്ട സ്ഥലത്തെ മറ്റ് വിരലടയാളങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി വേണ്ടിയിട്ടായിരിക്കും പിന്നീട് അത് അടുത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കോ മറ്റു മാറ്റ നടപടികളിലേക്ക് പോലീസ് നീങ്ങുക. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഈ സൂയിസൈഡ് നോട്ടിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ നിലവിൽ പോലീസ് തയ്യാറല്ല. ഈ ആത്മഹത്യക്കുറിപ്പിലെ സൂചന നൽകുന്ന ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കാനും BJPയും തയ്യാറല്ല. എന്താണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള മരണത്തിനൊരു വ്യക്തത വരണമെങ്കിൽ വരുന്ന മണിക്കൂറിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.